പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ആനുകാലിക പ്രാധാന്യമുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കുന്നത്. അതായത് ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, പ്രചരണങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നു, അഭിപ്രായങ്ങൾ പലതും പൊന്തി വരുന്നു. ജനസാമാന്യങ്ങൾ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന് ഇപ്പോഴുള്ളത്. ആ കൂട്ടത്തിൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിലും ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ഒരു മനസ്സുണ്ടല്ലോ. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുകയാണ്. ക്രിസ്ത്യാനികളുടെ രാഷ്ട്രീയം എന്താണ് ഇന്നത്തെ കാലത്ത്? മുൻപ് കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷവും കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു. അവർ കോൺഗ്രസ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഒരു സമുദായ പാർട്ടി ഉണ്ടാക്കി അതിൽ കടിച്ച് തൂങ്ങി 1-2 വ്യാഴവട്ടക്കാലം തലയുയർത്തി നിന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി വളരെ ശോചനീയമാണ്. കമ്മ്യൂണിസ്റ്റുകളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ ക്രിസ്തീയ വിശ്വാസം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകൾ നിരീശ്വരവാദികൾ എന്ന കാപട്യത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ അവർക്ക് കഴിയുന്നതുമില്ല. മധ്യ കേരളത്തിലും ചില കുടിയേറ്റ പ്രദേശങ്ങളിലും ക്രൈസ്തവർ കോൺഗ്രസിന് നൽകി വന്നിരുന്ന പൂർണ്ണ പിന്തുണയ്ക്ക് വിള്ളൽ വീണിരിക്കുന്നു എന്ന സത്യം പകൽ പോലെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ. മാതാപിതാവിൻ്റെ പള്ളിയിലെ ഒരു പ്രസംഗത്തിന് ശേഷം ഉണ്ടായ കോലാഹലത്തിൽ കയ്യും മെയ്യും മറന്ന് BJPയും കൂട്ടരും ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം പ്രദർശിപ്പിച്ചു. എങ്കിലും ആ ബന്ധം മിസോറാമിലെ വംശീയ കലാപത്തിലും കൊല്ലും കൊലയിലും അയഞ്ഞുപോയി എന്ന് മാത്രമല്ല, റബ്ബർ കർഷകരുടെ ആവശ്യം ചെവിക്കൊള്ളാൻ കേന്ദ്രം താൽപ്പര്യം കാണിക്കുകയും ഉണ്ടായില്ല. പ്രധാനമന്ത്രി മോഡിജി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ ചെന്ന് കാണുകയും ക്രിസ്മസ് കേക്ക് മുറിക്കുകയും സ്നേഹം പകരുകയും ചെയ്തുവെങ്കിലും പൂർണ്ണമായി ക്രൈസ്തവ മനസ്സിനെ BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നു. അടുത്ത കാലത്തായി മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം തീവ്രവാദികൾ അവർക്ക് ക്രൈസ്തവരോടുള്ള ആക്രോശവും ഭീഷണിയും വർദ്ധിച്ചു വരികയും ഒരു മുസ്ലിം യുവാവ് ബൈബിൾ പരസ്യമായി കത്തിക്കുകയും ചെയ്തതിൽ ക്രൈസ്തവരുടെ മനസ്സിൽ ആ ഭാഗത്തോടുള്ള അമർഷവും വിദ്വേഷവും ഇപ്പോഴും പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പൊന്തിവരാതിരിക്കയില്ല. പറഞ്ഞു വന്നത്, കോൺഗ്രസും ലീഗും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ, അതായത് UDFൻ്റെ കൂട്ടത്തിലുള്ള ക്രിസ്ത്യാനികളായ കോൺഗ്രസ്സുകാരുടെ മനസ്സ് വായിച്ചെടുക്കാൻ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും എന്തു തന്നെയായാലും കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്താൻ ആ പാർട്ടിക്കാവില്ല. വിജയവും എല്ലാ കാര്യം കൊണ്ടും കീറാമുട്ടിയാണ്. കോൺഗ്രസ് നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി BJPയിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, ആ പാർട്ടിക്കും മുന്നണിക്കും കേന്ദ്രഭരണം ഒരു ബാലികേറ മലയായി നിലകൊള്ളുന്നു എന്നാണ് ജനങ്ങളുടെ പൊതുവെയുള്ള വിശ്വാസം. പിന്നെ രണ്ടും കൽപ്പിച്ച് ക്രൈസ്തവർ ഒരു തീരുമാനമെടുക്കും. അവർ നന്നേ ചിന്തിക്കും. ഇന്നോളം തങ്ങൾക്ക് പറ്റിയിട്ടുള്ള അമാന്തങ്ങൾ, ചതികൾ,
ഭരണക്കാരുടെ അവഗണനകളെല്ലാം അവർ ചിന്തിക്കും. അതിലൊന്ന് ന്യൂനപക്ഷ ക്രൈസ്തവ വിഭാഗത്തിന് ന്യായമായി ലഭിക്കേണ്ടുന്ന സംവരണ ആനുകൂല്യം. ഈ കാര്യത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ മൗനം, അനങ്ങാപ്പാറ നയം, അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയാണ് ആ വികാരം പ്രതിഫലിക്കും. അപ്പം ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ പല കാര്യങ്ങളിൽ ക്രിസ്ത്യാനികൾ മാനസികമായി അസ്വസ്ഥരാണ്, അസംതൃപ്തരാണ്. അവർക്ക് ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് ചെയ്യാതിരിക്കണം എന്നുള്ള ഒരു ദൃഢമായ ഒരു തീരുമാനമെടുക്കാൻ അവർ നന്നേ പ്രയാസപ്പെടുന്നു. എന്തായാലും നമുക്ക് തിരഞ്ഞെടുപ്പ് വരെ പല പ്രഖ്യാപനം വരെ നമ്മൾ കാത്തിരിക്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.